السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനവും ആദരവും നിറഞ്ഞ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠിക്കുന്ന റൗളത്തുൽ ഖുർആൻ പഠിതാക്കളെ, അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു നമ്മുടെ ഇൽമിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ. ധാരാളം കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പഠിക്കാൻ, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ രണ്ട് ലോകവും അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കഴിഞ്ഞ ദിവസം വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എഴുത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തത്. റസ്മുൽ ഉസ്മാനി എന്ന നിയമം അത് വിശുദ്ധ ഖുർആൻ എഴുതുന്നിടത്ത് നിർബന്ധമാണ് എന്ന് നാം പറയുകയുണ്ടായി. ഇന്ന് നാം ഖുർആനിലേക്ക് പ്രവേശിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞതാണ്, ഖുർആൻ ഓതാൻ ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം, പിശാചിനെ തൊട്ട് കാവൽ ചോദിക്കണമെന്ന്. നിസ്കാരത്തിൻ്റെ ഫർളുകളിൽപ്പെട്ടതാണല്ലോ ഫാത്തിഹ ഓതൽ. ബിസ്മി മുതൽ വലല്ലാലീൻ വരെ ഫാത്തിഹയിൽ നിർബന്ധമാണ്. എന്നാൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളത്. ഒന്നാമത്തെ റക്അത്തിൽ അഊദു ഒഴിവാക്കൽ കറാഹത്താണ് എന്ന് ഫുഖഹാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഓതേണ്ട രൂപം പറയാ. അഊദു മഖ്റജുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് ഹംസാണ്. ആ ഇ ഉ. ആയുടെ മഖ്റജ് ഹൽഖിൻ്റെ അങ്ങേ അറ്റം. ഹൽഖിനെ മൂന്നായി വിഭജിച്ചാൽ അതിൻ്റെ ഏറ്റവും അടിയിൽ നിന്നാണ് ഹംസ് വരുന്നത്. തൊട്ട് മുകളിൽ നിന്ന് മധ്യത്തിൽ നിന്നാണ് ഐന് വരുന്നത്.
മഖ്റജുകൾ മാറിപ്പോകുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഊദു അഊദു, ഐന് ഗൈനാകാൻ പാടില്ല. ഗൈനിൻ്റെ മഖ്റജ് ഹൽക്കിൻ്റെ മുകളിലാണ്. അതോടൊപ്പം ലൊമ്മ് പറയുന്ന സമയത്ത് ആ ഇ ഉ ആ ഐ ഔ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അഴുതു വായ കൂർപ്പിക്കൽ മാത്രമല്ലല്ലോ, വാവ് പറയുന്ന സമയത്തും വാ വി വു വാവിൻ്റെ മഖ്റജാണത് ചുണ്ടുകളിൽ നിന്ന്. എന്നാൽ ഐന് പറയുന്ന സമയത്ത് എന്ന് പറയുന്ന സമയത്ത് വായ കൂർപ്പിച്ചുകൊണ്ട് ലൊമ്മിൻ്റെ കൂർപ്പിക്കലിന് പുറമേ ഉള്ളൊരു കൂർപ്പിക്കൽ ഉണ്ടാകാൻ പാടില്ല. പിന്നെ ദാല്, കുറേ ആളുകൾക്ക് തെറ്റുന്നൊരു അക്ഷരമാണ് ദാല്. ദാലിന് പുള്ളിയിട്ട ദാല്. ചില ആളുകൾ അഴുസു എന്ന് ഓതുന്നത് കേൾക്കാം. ഇപ്പോൾ കൂടുതലാണത്. ഉത്തരേന്ത്യക്കാർ ഉസു എന്നൊക്കെ പറയും, അഴുസു എന്നൊക്കെ പറയുന്നവരുണ്ട്. അത് മഖ്റജിൽ തെറ്റാണ്. അത് കടമെടുത്തുകൊണ്ട് നമ്മുടെ മക്കൾ ദാലിനെ കൂടുതലായും സ എന്ന് പ്രയോഗിക്കലുണ്ട്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നാവിൻ്റെ തല, അതുപോലെ മുൻപല്ലിൻ്റെ തല, അഊദ് അങ്ങനെ തന്നെ ആകണം. അത് മഖ്റജ് തെറ്റിയാൽ അഊദ് ആവൂല. ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബില്ലാഹി എന്ന് പറയുമ്പോൾ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഹൽക്കിൻ്റെ താഴെ ഭാഗത്ത് നിന്നാണ് ഹാഉം വരുന്നത്. ഹംസ് വരുന്നത് ഹൽക്കിൻ്റെ താഴെ നിന്ന് ആ, അതേ സ്ഥലത്ത് തന്നെയാണ് ഹാഉം വരുന്നത്. മഖ്റജ് ഒന്നാണ്, പക്ഷേ സിഫത്തിലെ മാറ്റമാണ്. മഖ്റജിൽ ശക്തമായി പതിയുന്നത് കാരണം കാറ്റ് നടക്കാത്തത്, ഒന്ന് കാറ്റ് നടക്കുന്നത്. ആ കാറ്റുണ്ടാകാൻ പാടില്ല ആ. എന്നാൽ ഹ ആകുമ്പോഴോ ഹ കാറ്റ് വരും. സിഫത്തിലുള്ള മാറ്റമാണ്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ വിശദീകരിച്ച് പഠിക്കും. മഖ്റജ്, സിഫത്ത് തജ്വീദിൻ്റെ അധ്യായങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ അക്ഷരങ്ങളും വരുന്ന സ്ഥലം, അതിനാണല്ലോ മഖ്റജ് എന്ന് പറയുക. അത് തെറ്റാൻ പാടില്ല. ഒരേ മഖ്റജിൽ നിന്ന് വ്യത്യസ്ത അക്ഷരങ്ങൾ വരും. ആ അക്ഷരങ്ങൾ മാറുന്നത് സിഫത്തുകളെ കൊണ്ടാണ്. അതും പഠിക്കണം. ഇൻഷാ അല്ലാഹ് വഴിയെ നാം പഠിപ്പിക്കും. അതോടൊപ്പം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി ത പറയുന്ന സമയത്തും ശ്രദ്ധിക്കണം. ത എന്ന് തൊള്ള കൂർപ്പിക്കലേ അല്ല. പിന്നെ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ശപിക്കപ്പെട്ട ശൈത്വാനിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. ശൈത്വാനിനെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്. വിശാലമായൊരു കഥ മനുഷ്യൻ്റെ ഉൽപ്പത്തിയിലുണ്ടല്ലോ. മനുഷ്യപിതാവ് സയ്യിദുന അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിക്കുകയും സകല വസ്തുക്കളുടെ നാമം അള്ളാഹു ആദം നബിക്ക് പഠിപ്പിക്കുകയും മലക്കുകളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കറിയില്ല, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം പറയുകയും ചെയ്തൊരു സന്ദർഭത്തിലാണല്ലോ സുജൂദിനു വേണ്ടി കൽപ്പിക്കുന്നത്. ഈ സമയത്ത് ഇബ്ലീസ് അവിടെ നിന്ന് മാറുന്നത് തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യുകയില്ല എന്നൊരു അഹങ്കാരം പറഞ്ഞാണ്.
ആ പിശാചിനെ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു, ശപിക്കപ്പെട്ടവനാക്കുന്നു, എല്ലാ കാലത്തും മനുഷ്യന്റെ ശത്രുവാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ കാണാം, ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ, ശൈത്വാൻ നിങ്ങളുടെ ശത്രുവാണ്, ശൈത്വാൻ നിങ്ങളുടെ ശത്രുവാണ്, അതുകൊണ്ട് നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണണം. അവൻ മനുഷ്യനെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ്. അവൻ പിഴച്ച പാർട്ടിയാണ്. മനുഷ്യനെ ശൈത്വാൻ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് നരകത്തിലേക്കാണ്. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ വയഅ്മുറുകും ബിൽ ഫഹ്ശാഇ വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫളല വല്ലാഹു വാസിഉൻ അലീം. സൂറത്തുൽ ബഖറയിൽ കാണാം, പിശാച് നിങ്ങളെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഭയപ്പെടുത്തുകയും നീചകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യും. എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരാമെന്നും ഔദാര്യം കാണിക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്നു. അള്ളാഹു വിശാലമായ ഔദാര്യവാനും സർവജ്ഞനുമാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ശൈത്താൻ മനുഷ്യനെ കൂടുതൽ തിന്മയിലേക്കാണ് എപ്പോഴും ക്ഷണിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അള്ളാഹു മനുഷ്യനോട് പറയുന്നത്, നിങ്ങൾക്ക് പുറത്തു തരാൻ അള്ളാഹു ഉണ്ട്, സമ്പത്ത് തരുന്നവൻ അള്ളാഹുവാണ്, ദാരിദ്ര്യം നീക്കി കളയുന്നവനും അള്ളാഹുവാണ്, എല്ലാം അള്ളാഹുവിൻ്റെ ഖളാ കൊണ്ടാണ് നടക്കുന്നത് എന്നൊരു വിശ്വാസം മനുഷ്യനിലുണ്ടാകണം. ഉടമക്ക് മുന്നിൽ അടിമ പ്രകടിപ്പിക്കുന്ന വണക്കം കൂടിയാണ് ഈ കാവൽ തേട്ടം. യഥാർത്ഥത്തിൽ ഒരു രാജാവിന് മുന്നിൽ ഒരടിമ ചെന്ന് യജമാനന് മുന്നിൽ വണങ്ങുക, അതാണല്ലോ അള്ളാഹുവേ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, നീ എന്നെ കാക്കണം. നിസ്കാരം ഇഖ്ലാസോടുകൂടെ നിർവഹിക്കുമ്പോൾ പിശാചടുക്കില്ല. പക്ഷേ അത്തരം ഭക്തരുടെ അടുത്ത്, നിസ്കാരക്കാരുടെ അടുത്ത് മറ്റൊരു രൂപേണ ശൈത്താൻ വരികയാണ്. നമ്മുടെ ഉസ്താദുമാർ പലപ്പോഴും പറയാറുണ്ട്, അള്ളാഹു മരണപ്പെട്ടു പോയ നമ്മുടെ ഉസ്താദുമാർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ചില ആളുകൾ പറയും, ഓ മുത്തൻവാദിയാണെന്ന് പറയുമ്പോൾ തബ്ലീഗുകാരനാണ്, വഹാബിയാണ്, ജമാഅത്താണ് എന്നൊക്കെ പറഞ്ഞ് എന്താ അവർക്ക് പ്രശ്നം, നിസ്കാരത്തിലൊക്കെ ഉഷാറാണല്ലേ എന്ന് പറയുമ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ടത്, വിശ്വാസം പിഴച്ചാൽ പിന്നെന്ത് നിസ്കാരം? വിശ്വാസമാണ് എല്ലാം. ഉസ്താദുമാർ പറയും, പിന്നെ അവൻക്ക് ഇബ്ലീസിന് ആവശ്യമില്ല, എന്നാലും വിശ്വാസം തന്നെ പയച്ചു, പിന്നെന്തോ നിസ്കരിച്ചോട്ടെ, ഖുർആൻ ഓതിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? അവൻ്റെ വിശ്വാസം അടിത്തറ പയച്ചതല്ലേ. അങ്ങനെ ഉണ്ടാകും. ചില ആളുകൾ പിന്നെ നിസ്കാരത്തിലും നോമ്പിലൊക്കെ ഉഷാറായിരിക്കും, എന്നാൽ കുടുംബബന്ധം പുലർത്തുന്നിടത്ത്, മക്കളെ പരിപാലിക്കുന്നിടത്ത്, അതല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ഏഷണയും നമീമത്തും പറയുന്നിടത്ത് മുന്നിലായിരിക്കും. പിശാച് ആ രൂപത്തിലാണ് അവനെ കൈകാര്യം ചെയ്യുന്നത്. ചിലപ്പോൾ ചില വൈകാരികമായ തലങ്ങളിലേക്ക് പിശാച് കടന്നു വരും. ലൈംഗികമായി അച്ചടക്കമില്ലാത്ത രീതി അവനിൽ പിശാച് പ്രേരിപ്പിക്കും. ചിലർ ആസ്വാദനങ്ങളിലൂടെയാണ്, സിനിമ കണ്ട്, മ്യൂസിക്കുള്ള പാട്ടുകൾ കേട്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാഴ്ചകൾ കണ്ട് ആസ്വാദനം നടത്തുക. നിസ്കാരമൊക്കെ ഉണ്ടാവും, ദിക്റുണ്ടാവും, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടാവും. എന്നാലും പിശാച് ഏതെങ്കിലും ഒരു രീതിയിൽ ഇവനെ വശത്താക്കുകയാണ്. മനുഷ്യന്റെ എല്ലാ വിഷയത്തിലും പിശാച് ഇടപെടുന്നുണ്ട്. മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം സുന്നത്താക്കിയതാണല്ലോ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങണം. അതെന്തിനാ? അവിടെയും ഈ ഭക്ഷണത്തിലും പിശാച് വരികയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളുണ്ടോ അതെല്ലാത്തിലും, പ്രത്യേകിച്ച് കുടുംബ ബന്ധം പുലർത്തുന്ന
മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുക അത് പിശാചിന് വലിയ ഇഷ്ടമാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണ് പിശാച് ആദ്യം ഭിന്നത ഉണ്ടാക്കുക. മനുഷ്യൻ ദാമ്പത്തിക ജീവിതത്തിൽ ഏർപ്പെട്ട് അവൻക്കുണ്ടാകുന്ന മക്കൾ അവർ സ്വാലിഹീങ്ങളാകാൻ വേണ്ടി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലത് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ സമയത്ത് പ്രത്യേകം നിർദ്ദേശിച്ചൊന്നാണല്ലോ അള്ളാഹുവിനോട് കാവലിനെ തേടണം, ഷെയ്ത്താനിനെ തൊട്ട്. അല്ലാഹുമ്മ ജന്നിബിന ഷൈത്താൻ വജന്നിബിന ഷൈത്താന മാ റസഖ്തന. അങ്ങനെ ഏതൊക്കെ സമയങ്ങളുണ്ടോ ആ സമയത്തെല്ലാം അഊദു ചെല്ലാം നാം മറക്കാൻ പാടില്ല. പിശാച് എല്ലാ സന്ദർഭത്തിലും അതിവിദഗ്ധമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. കണ്ടോ, മരണത്തിൻ്റെ സമയത്ത്, സഖറാത്തിൻ്റെ സമയത്ത് അതിശക്തമായാണ് പിശാച് ഇടപെടുന്നത്. ദാഹം ഒരു കടൽ മുഴുവൻ കിട്ടിയാലും തീരാത്ത അത്രയും ദാഹമുണ്ടാകുന്ന സമയമാണ് സക്രാത്തിൻ്റെ സമയം. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തരുമാറാകട്ടെ. ആ സമയത്ത് വെള്ളവുമായി പിശാച് വരുന്നു മനുഷ്യനെ കുടിപ്പിക്കാൻ. വിശ്വാസം പൂർണ്ണമല്ലാത്തവൻ വാങ്ങിക്കുടിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നു, നരകത്തിൻ്റെ അവകാശിയാകുന്നു. റബ്ബ് കാക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മുടെ അമൽ കൊണ്ടോ നമ്മളെ പ്രവർത്തനങ്ങളെ കൊണ്ടൊന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കൂടുതലായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് മഹത്തുക്കളെ കാവല് പിടിക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ മദ്ഹുകൾ പാടിപ്പറയുന്ന വിശുദ്ധമായ റബീഉൽ അവ്വലിൽ കൂടുതൽ മദ്ഹുകൾ പാടി അള്ളാഹുവിൻ്റെ റസൂലിനോട് തവസ്സുൽ ചെയ്ത് അവിടത്തോട് ഇസ്തിഗാസ നടത്തി അവിടത്തോട് വല്ലാത്തൊരു ബന്ധം സ്ഥാപിച്ച് മരണത്തിൻ്റെ സമയത്ത് തങ്ങൾ വരുന്നൊരു സന്ദർഭം നമുക്കുണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആൻ പാരായണത്തിൻ്റെ മുന്നോടിയായി പിശാചിനെ തൊട്ട് കാവൽ തേടാൻ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് ഓതി. ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അഊദു ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. നമ്മളെന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും, ഇപ്പോൾ സ്വതക്ക് കൊടുക്കും, അല്ലെങ്കിൽ അയൽവാസിക്കൊരു ഗുണം ചെയ്തു കൊടുക്കും, ഉമ്മക്കൊരു ഗുണം ചെയ്തു കൊടുക്കും, സഹോദരിമാർക്കൊരു ഗുണം ചെയ്തു കൊടുക്കും, നാട്ടുകാർക്കൊരു ഗുണം ചെയ്തു കൊടുക്കും. എന്നാൽ അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്താൻ വേണ്ടി അതിങ്ങനെ മേൽക്കോയ്മയായി പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അമളികൾ സംഭവിക്കുന്ന സമയത്ത് അത് എടുത്തു പറഞ്ഞു, ആ ചെയ്തതെല്ലാം മുടക്കുന്നൊരു രീതി പിശാചുണ്ടാക്കും. അങ്ങനെയാണ്. മനുഷ്യൻ എന്തെങ്കിലും ഒരു കാര്യം നല്ലത് ചെയ്താൽ പിന്നെ എന്നാലും കണ്ടില്ലേ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ പറഞ്ഞത് കണ്ടില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് കണ്ടില്ലേ എന്നൊരു രീതിയിലേക്ക് നമ്മൾ മാറാൻ പാടില്ല. അങ്ങനെയും പിശാച് നമ്മളെ കൊണ്ട് പ്രവർത്തിക്കും. പിന്നെ മറ്റൊന്ന്, വിശ്വാസരംഗത്ത്, കർമ്മരംഗത്ത് പിശാച് അതിശക്തമായി ഇടപെടും. അങ്ങനെയാണ് പുത്തൻവാദികൾ ഉണ്ടാകുന്നത്. നമ്മൾ മദ്രസയിൽ നിന്ന് ചെറുപ്പകാലം തൊട്ട് പഠിച്ച ചില ആശയവും ആദർശങ്ങളൊക്കെ ഉണ്ട്. അത് ഉസ്താദുമാർ മുഖേന, നമ്മുടെ അയിമ്മത്ത് മുഖേന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. സ്വഹാബത്ത് താബിഈങ്ങൾക്ക്, അവിടുന്ന് അയിമ്മത്ത് മുജ്തഹിദ്, അങ്ങനെ പരമ്പരാഗതമായി വരുന്ന ഇസ്ലാമിനെ തള്ളിപ്പറയുന്നൊരു രീതി, അതാണല്ലോ പുത്തൻവാദം എന്ന് പറയുന്നത്. ഇമാമിങ്ങൾ അനുസരിക്കൂല. നമ്മളുടെ കർമ്മങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മളൊക്കെ ഷാഫി ഇമാമിനെ പിൻപറ്റി ജീവിക്കുന്നവരാണ്. മാ ദഹബ ഇലൈഹി ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച മദ്ഹബ്, അതാണല്ലോ ഷാഫിയാക്കൾ. എന്നാൽ പുത്തൻവാദികൾ പറയുന്നു ഞങ്ങൾ ഷാഫിയൊന്നുമല്ല, ഞങ്ങളതിലും വലിയ ഒരു പുത്തൻവാദിയുടെ നേതാവ് പറഞ്ഞതാണ്, ഞാൻ ഷാഫി ഇമാമിനെക്കാട്ടിലും വലിയ ആളാണ് ചില വിഷയത്തിൽ. ചില വിഷയത്തിലൊക്കെ തുല്യം ചെയ്തതിന് മേലെയാണ്. ആരാ ഷാഫി ഇമാം?
7-ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി 10 ലക്ഷത്തിലധികം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് മനഃപ്പാഠമാക്കി അതിൽ നിന്നും ഗവേഷണത്തിന് അപാരമായ കഴിവുള്ള വലിയ ഇമാമല്ലേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. ആ ഷാഫി ഇമാം ക്രോഡീകരിച്ച മദ്ഹബിനെ ആണല്ലോ നമ്മൾ പിൻപറ്റുന്നത്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു തദൈവ, മാലിക് ഇമാം റളിയല്ലാഹു അൻഹു, ഹംബലി ഇമാം റളിയല്ലാഹു അൻഹു ഇവരൊക്കെ തള്ളിപ്പറഞ്ഞു, അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് സ്വന്തം ഖുർആൻ എന്ന് കണ്ടെത്താൻ കഴിയും, സുന്നത്ത് എന്താ യഥാർത്ഥത്തിൽ കണ്ടെത്തുന്നുണ്ടോ? ഇല്ല, ഇതിനൊക്കെ കക്കുകയാണ്, ഒരു ഭാഗം കക്കുക. നമ്മുടെ ചെറുശ്ശോല ഉസ്താദ് അള്ളാഹു അവിടത്തേക്ക് വലിയ ദർജ നൽകുമാറാകട്ടെ. ചെറുശ്ശോല ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്, വഹാബിയോട് നമുക്ക് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ ഒരു ജമാഅത്തിൻ്റെ ബാബ്, നിസ്കാരത്തിൻ്റെ ഒരു ജമാഅത്തിൻ്റെ ബാബ് നിങ്ങൾ എഴുതി തയ്യാറാക്കിയാൽ നിങ്ങൾ അംഗീകരിച്ചോളാം. നിങ്ങളെ ഇമാമിങ്ങൾ അനുസരിക്കാതെ നിങ്ങൾക്ക് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കണ്ടെത്താൻ കഴിയൂല. അതാണ് സത്യം. ഇമാമിങ്ങൾ എഴുതി വെച്ച ഫിഖ്ഹിനെ അവലംബിക്കലല്ലാതെ മുസ്ലിം ലോകത്തിന് മറ്റു മാർഗങ്ങളില്ല. അപ്പോൾ ചുരുക്കം പറയാം, ഈ വിശ്വാസം വെച്ച് പുലർത്തുന്ന മുഅ്മിനീങ്ങളെ തള്ളിപ്പറഞ്ഞ്, വിശ്വാസികളെ തള്ളിപ്പറഞ്ഞു, പരമ്പരാഗത ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞു പുതിയതിനെ കൊണ്ടുവരിക, വിശ്വാസത്തിൽ പിഴപ്പിക്കുക, ഇത് ശൈത്താൻ അതിശക്തമായി ഇടപെടുകയാണ്. പിന്നെ കർമ്മങ്ങൾ ചെയ്യുന്നിടത്തും നമുക്ക് സ്വന്തം തോന്നുക അങ്ങനെ മതിയല്ലോ, അങ്ങനെ ചെയ്താൽ മതിയല്ലോ. അതേത് വിഷയത്തിലാണെങ്കിലും, പ്രത്യേകിച്ച് മരണാനന്തര ക്രിയകളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ സ്വയം ഇഷ്ടമൊന്നും ചെയ്യാൻ പാടില്ല. ശറഈൽ എന്താണോ പറയുന്നത് അത് ചെയ്യണം. മറ്റൊന്ന്, ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് പിന്നെ ഉറക്കത്തിൽ സ്വപ്നങ്ങൾ കാണും. ഉറക്കത്തിൽ രാത്രി ഞെട്ടി എണീക്കുന്ന കുട്ടികളുണ്ട്, പ്രായം ചെന്നവരുണ്ട്. ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം 3 പ്രാവശ്യം ചെല്ലണം. 3 പ്രാവശ്യം ചൊല്ലി തുപ്പണം. തുപ്പലാകണ്ട കേട്ടോ, അപ്പുറത്ത് ഭർത്താവോ അതല്ലെങ്കിൽ മക്കളൊക്കെ കിടന്നുറങ്ങണമെങ്കിൽ ഓരോ വേദക്ക് തുപ്പണ്ട, അങ്ങനെ ആക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്നാൽ ഒരു പരിധി വരെ അതിന് പരിഹാരം ഉണ്ടാകും. കണ്ടാ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ഗളബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്തീനി വഅൻ യഹ്ദുറൂൻ. ഈ ദിക്റാണ് എന്തെങ്കിലും ദുസ്വപ്നങ്ങൾ കണ്ട് എണീറ്റാൽ ചൊല്ലേണ്ടത്. ഈ ദിക്ർ കാണാതെ പഠിക്കണം. മറ്റൊന്ന്, മലമൂത്ര വിസർജനത്തിന് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാവും, പിശാചുണ്ടാവും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുത്തി വൽ ഖബായിസ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുത്തി വൽ ഖബായിസ് എന്ന ദിക്ർ ചൊല്ലിയിട്ടേ ബാത്റൂമിൽ കയറാൻ പാടുള്ളൂ. നമ്മുടെ ആദാബുൽ ഖലാ വിശാലമായി പറയേണ്ട ഒരു ഭാഗമാണ്. ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലാണ് ബാത്റൂം. വീടിൻ്റെ ഉള്ളിലാകുന്ന സമയത്ത് സ്വാഭാവികമായും തലമറക്കാതെ കയറുന്ന ഒരുപാട് ആളുകളുണ്ട്. ചെരുപ്പ് പിന്നെ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ അധികം 99% ടോയ്ലറ്റിൻ്റെ ഉപയോഗിക്കാൻ വേണ്ടി വേറെ ചെരുപ്പ് ഉണ്ടാകും. അതുപോലെ അപ്പോൾ ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് ഇടത് കാല് വെച്ചുകൊണ്ട് മാത്രമേ നമ്മൾ കയറാൻ പാടുള്ളൂ. ബാത്റൂമിലേക്ക് എപ്പോൾ കയറുകയാണെങ്കിലും നമ്മളെ ശീലാകണം, കയറുന്നതിന് മുമ്പ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുത്തി വൽ ഖബായിസ് എന്ന ദിക്ർ ചൊല്ലിയിട്ടേ കയറാൻ പാടുള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള സംസാരം അതുണ്ടാകാൻ പാടില്ല. നമ്മളുണ്ടാവില്ല, ചെറിയ മക്കളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ നിന്ന് പാട്ടാടുന്നല്ലോ, അവരിപ്പോൾ തന്നെ മാറ്റണം. അത് ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സംസാരിക്കുക, പാട്ട് പാടുക, ഫോൺ ചെയ്യുക, അതുണ്ടാകാൻ പാടില്ല. അതോടൊപ്പം പുറത്തിറങ്ങുന്ന സമയത്ത് വലത് കാല് മുന്തിക്കുകയും വേണം. അപ്പോൾ കയറുമ്പോൾ ഇടത് കാല്, പുറത്തിറങ്ങുമ്പോൾ വലത് കാല്. കയറുന്നതിന് മുമ്പ് ദിക്ർ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുത്തി വൽ ഖബായിസ്. കഴുകി വൃത്തിയാക്കി പുറത്തിറങ്ങിയാൽ അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ് ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നി അൽ അദാ വഅഫാനി എന്ന ദിക്റുകളും ചൊല്ലൽ സുന്നത്തുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ യൂറോളജി ഭാഗത്തേക്ക് നമ്മളൊന്ന് ചെന്ന് നോക്കിയാൽ കാണാം, എത്ര സാധുക്കളാണ് മൂത്രം പുറത്തു പോകാതെ, മലം പുറത്തു പോകാതെ പ്രയാസപ്പെടുന്നത് കാണാലോ. അഡീഷണലായി ദ്വാരങ്ങളുണ്ടാക്കി അതിലൂടെ പുറത്തെടുക്കുന്നവർ, എന്നിട്ടും അത് ഭേദമാകാതെ. സുബ്ഹാനല്ലാഹ്, റബ്ബ് നിശ്ചയിച്ച, റബ്ബ് നമുക്ക് തന്ന ഈ ഔദാര്യം, ഈ രൂപത്തിൽ, ഈ രീതിയിൽ എന്തെങ്കിലും ഒരു പിശക് സംഭവിച്ചാൽ മനുഷ്യൻ ഇടങ്ങേറാകുകയാണ്. അൽഹംദുലില്ലാഹ്, പ്രയാസങ്ങളൊന്നുമില്ലാതെ എൻ്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചല്ലോ. ആ ദിക്റുകൾ നമ്മുടെ ഹൃദയത്തിൽ ഓർമ്മ വേണം. എല്ലാം റബ്ബ് തരുന്നതല്ലേ. കൈ അനക്കാൻ നമുക്ക് റബ്ബ് തരണം കഴിവ്, കാണണമെങ്കിൽ റബ്ബ് തരണം എന്നതുപോലെ നമ്മുടെ ഹൃദയത്തിലൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഇടുന്ന സമയത്ത് നാം ബാത്റൂമിലേക്ക് പോകുന്നു, നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നു. അൽഹംദുലില്ലാഹ്, അറിയാതെ പോകുന്നില്ലല്ലോ. എത്ര ആളുകൾക്ക് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഔദാര്യത്തിനെല്ലാം റബ്ബ് തന്ന നിഅമത്തിന് ശുക്റുള്ളവരായി അൽഹംദുലില്ലാഹ് എന്തെങ്കിലും പറയാൻ ഞാനും നിങ്ങളും സമയം കണ്ടെത്തണം. ഒരു കുട്ടി ജനിച്ച ഉടനെ പ്രാർത്ഥിക്കണം, ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ബാങ്ക് കൊടുക്കലുണ്ട്, ഇഖാമത്തും കൊടുക്കും. ആ സമയത്ത് ഈ വിശുദ്ധ ഖുർആനിലെ വാക്യം ആയത്തോതി ദുആ ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. അങ്ങനെ ഓരോ സന്ദർഭത്തിലും ഓരോ ദിക്റുകൾ ചൊല്ലണം. അഴുതു ചെല്ലാത്ത ഒരു സമയം നമുക്കുണ്ടാകാൻ പാടില്ല. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇത് വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ്. ഞാൻ കൂടുതലായി ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുന്നൊരു സമയം. നമ്മുടെ നാടുകളിൽ നേർച്ച നടക്കുന്നുണ്ട്. ഒട്ടുമിക്ക മഹല്ലുകളിലും നാടുകളിലും റബീഉൽ അവ്വൽ 12 അന്ന് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നുണ്ട്. ഇത് പഴയ കാലത്തെ ഉള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ ആദ്യമായി സന്തോഷിച്ചത് ഒരു റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ മദീനത്തുള്ള അൻസ്വാറുകൾ ത്വലഅൽ ബദ്ർ ചൊല്ലി ദഫ് മുട്ടിയാണ് തങ്ങളെ സ്വീകരിച്ചത്. അങ്ങനെയാണ് ത്വലഅൽ ബദ്ർ ചെല്ലാൻ തുടങ്ങിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ തൻ്റെ സ്വന്തം മദ്ഹ് പറയുന്നുണ്ട്. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു ഒരിക്കങ്ങനെ കൂടിയിരുന്ന് ഓരോ അമ്പിയാക്കന്മാരെ കുറിച്ച് പറയുകയാണ്. മൂസാ നബി കലീമുള്ളയാണ്, ഈസാ നബി റൂഹുള്ളയാണ്, ഇബ്രാഹിം നബി ഖലീലുള്ളയാണ്. ഇങ്ങനെ ഓരോ നബിമാർ അവരുടെ വിശേഷണങ്ങൾ നബിമാരെ കുറിച്ച് ഇങ്ങനെ സ്വഹാബത്ത് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതെല്ലാം കേട്ടിരുന്നു. അവസാനം പറഞ്ഞു, ശരിയാണ് നിങ്ങളൊക്കെ പറഞ്ഞത്, പക്ഷേ ഞാൻ ഹബീബുള്ളയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം മദ്ഹ് പറയാണ്, ഞാൻ അള്ളാഹിൻ്റെ ഹബീബാണ്. ഈ ഭാഗം വിശദീകരിച്ച് മുഫസ്സിറുകൾ പറയുന്നുണ്ട്, അയിമ്മത്ത് പറയുന്നുണ്ട്, മുഹദ്ദിസീങ്ങൾ പറയുന്നുണ്ട്. എന്താ ഖലീലും ഹബീബും തമ്മിലുള്ള മാറ്റം? ഒന്ന്, ഖലീലാകുമ്പോൾ അവിടെ ഖലീൽ പ്രവർത്തിക്കൽ അങ്ങോട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടമുള്ളത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എന്നാൽ ഹബീബാകുമ്പോഴോ അള്ളാഹു എന്താണോ ഹബീബിൻ്റെ ഇഷ്ടം അങ്ങനെയാണ് പ്രവർത്തിക്കുക. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നമ്മൾ മദീനത്ത് ചെല്ലുമ്പോൾ കാണാലോ മസ്ജിദുൽ ഖിബ്ലതൈൻ. അള്ളാഹു കാണാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. കണ്ടവർക്കറിയാം, മസ്ജിദുൽ ഖിബ്ലതൈൻ എന്ന് പറഞ്ഞാൽ 2 ഖിബ്ലയുള്ള പള്ളിയെന്നാണ്. അതെങ്ങനെ ഉണ്ടായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നു. ബൈത്തുൽ മുഖദ്ദിസിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിക്കുന്നത്. ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയാണ്. പക്ഷേ റസൂലുള്ളാഹിൻ്റെ മനസ്സുള്ളത് കഅബയിലേക്ക്, മക്കയിലേക്ക്, കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. ആ കഅബയോടുള്ള പ്രേമം,
കഅബയോടുള്ള ബഹുമാനം, കഅബയോടുള്ള സ്നേഹം, ഇത് റസൂലുള്ളാഹിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നിന്നെങ്കിൽ, അങ്ങനെ വഹി കിട്ടിയെങ്കിൽ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം അത് അല്ലാഹ് അറിയുമല്ലോ. അപ്പോൾ ഒരു നിസ്കാരത്തിൽ വഹി ഇറങ്ങുന്നു, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, തിരിയാനുള്ള ഓർഡർ. നബിയെ, അങ്ങയുടെ ഹൃദയം അറിയുന്നുണ്ട് റബ്ബിന്, അതുകൊണ്ട് അങ്ങോട്ട് തിരിയണം. കണ്ട, നമ്മൾ മുമ്പ് പറഞ്ഞു വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ, അങ്ങേക്ക് എപ്പോഴാണോ ഇഷ്ടാകുന്നത് അതുവരെ തരും, അതുവരെ തരും. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം മദ്ഹ് സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. അത് പാടലും പറയലും. അങ്ങനെ പാടിയിട്ട് സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മാനം നൽകുകയാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് സ്വന്തം പറയുന്നു, സ്വഹാബത്ത് പറഞ്ഞതിന് പ്രോത്സാഹനം നൽകുന്നു. ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ ആളുകളും റസൂലുള്ളാഹിന്റെ മദ്ഹിനെ പാടി പറയുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച, ഇന്ന് തിങ്കളാഴ്ചയായല്ലോ, അടുത്ത വ്യാഴാഴ്ച റബീഉൽ അവ്വൽ 12 ഒരു റൗളത്തുൽ ഖുർആൻ പഠിതാവിൻ്റെ വീട്ടിലും റബീഉൽ അവ്വൽ 12 മൗലൂദ് ഉണ്ടാകാതെ പോകരുത്. എല്ലാവരുടെ വീട്ടിലും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനായി ഈ ലോകത്തേക്ക് പൂജാതരാകുന്നൊരു ദിവസമാണ് റബീഉൽ അവ്വൽ 12. അങ്ങനെയല്ലേ? ഇമാമിങ്ങൾ ഒരു ചർച്ച പറയുന്നുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് വിശദമായി കടക്കുകയല്ല. ലൈലത്തുൽ ഖദ്റിനാണോ റബീഉൽ അവ്വലിനാണോ റബീഉൽ അവ്വൽ 12 അഥവാ റസൂലുള്ളാഹിന്റെ ജന്മസമയത്തിനാണോ ബഹുമാനം കൂടുതൽ എന്ന് പറയുമ്പോൾ അവിടെ ഇമാമിങ്ങൾ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയത്തിനാണ് ബഹുമാനം കൂടുതൽ. അതെന്താ കാരണം? ലൈലത്തുൽ ഖദ്ർ ഉണ്ടാകുന്നത് റസൂലുള്ളാഹി കാരണമായാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണമായാണ് അതുണ്ടാകുന്നത് എങ്കിൽ അതിലേറെ ബഹുമാനം റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച സമയത്തിനുണ്ട്. എല്ലാ ദിവസവും പുലർച്ചെ സുബഹിയുടെ തൊട്ടു മുമ്പ് സുഖലോക സ്വർഗത്തിൽ നിന്നൊരു കാറ്റടിച്ച് വീശുന്നുണ്ട്. ആ മന്ദമാരുതൻ ആരൊക്കെ തലോടിയോ അവർക്കെല്ലാം അന്നത്തെ ദിവസം ശുഭമാണ്, സന്തോഷത്തിൻ്റെ ദിവസമാണ്. റബീഉൽ അവ്വൽ 12 അന്നും കിളികൾ താളമെടുക്കുന്ന, കുളിർ തന്നലുണ്ടാകുന്ന, സുഗന്ധമുള്ള വസന്തത്തിൻ്റെ രാത്രിയാണ്, സന്തോഷത്തിൻ്റെ രാത്രിയാണ് റബീഉൽ അവ്വൽ 12 പുലർച്ചെ എന്ന് മനസ്സിലാക്കി നമ്മുടെ വീടുകളിൽ നേരത്തെ ഉണർന്ന് മക്കളെ കുളിപ്പിച്ച് വൃത്തിയാക്കി വളരെ ഐശ്വര്യത്തോടെ സന്തോഷത്തോടെ നല്ല ഭക്ഷണം ഉണ്ടാക്കണം. 12 അന്ന് നല്ല മധുരങ്ങൾ ഉണ്ടാക്കണം. കഴിയുന്ന രീതിയിൽ അന്നൊരു സന്തോഷത്തിൻ്റെ ദിവസമാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് ആരംഭ പൂവായിലെ 2 വരി മാത്രം ചൊല്ലിക്കൊണ്ട് നമുക്കിന്ന് ദുആ ചെയ്യണം. റബീഉൽ അവ്വൽ 12 അന്ന്, റബീഉൽ അവ്വൽ 12 അന്ന് 4 മണി മുതൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ റൗളത്തുൽ ഖുർആൻ ഈ ഗ്രൂപ്പിൽ 4 മണി മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ലൈവായിട്ട് യൂട്യൂബിൽ മൗലിദ് പാരായണം നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ഉമ്മമാരും അതിൻ്റെ ലിങ്ക് വരുന്ന സമയത്ത് നേരത്തെ വീട്ടിൽ മൗലിദിന് വേണ്ടി സജ്ജരാകണം. അതോടൊപ്പം ആ പരിപാടിയൊക്കെ സജീവമാക്കണം. നേരത്തെ ഒരു ചാർട്ട് നിങ്ങളെ ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ ദിവസക്രമങ്ങൾ ചെയ്യേണ്ട ഓരോ ഇബാദത്തിനെ കുറിച്ചൊക്കെ. അത് രേഖപ്പെടുത്തി ടിക്ക് ചെയ്യാൻ മറക്കരുത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ മീലാദ് വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. വാഹല്ലിൽ ഖുബ്ബത്തിൽ ഖദ്റാഇ ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർറത്തൽ ഐനൈനി. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ മീലാദ് വന്നെത്തി, ഞങ്ങൾക്ക്
സന്തോഷം വന്നെത്തി. മൽജാവ മൻജാവ മുർതാഹൽ മുസ്താഖി ഹിബ്ബത്തഖലൈനി അജ്മല ഖൈറൽ ഫരീഖൈനി. ആമീൻ യാ റബ്ബനാ റബ്ബൽ ആലമീന സിദ് ലനാ ഹുബ്ബനാ ഇലൈഹി യാ റബ്ബന ആതീനാ. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. റബ്ബേ ഞങ്ങളെ കബൂലാക്കണം അല്ലാഹ്. മുത്തുനബിയുടെ ഹക്ക് കൊണ്ട് തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളെ തീർത്ത് സന്തോഷം നൽകണം റഹ്മാനെ. കടങ്ങളെ വീട്ടിത്തരണം റഹ്മാനെ. വീട് നൽകണം അല്ലാഹ്. പണി നടക്കുന്നത് എളുപ്പമാക്കണേ അല്ലാഹ്. ഇണകളെ നൽകണേ അല്ലാഹ്. മക്കളെ നൽകണേ അല്ലാഹ്. ആൺമക്കളെ പെൺമക്കളെ നൽകണേ അല്ലാഹ്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. എല്ലാവരെയും സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.